ബെത്സൈദ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് സ്നേഹ വന്ദനം. നമുക്ക് വേണ്ടത് താമരയുടെ ആത്മീയതയാണെന്ന് തപസ്സുകാലം 2-ാം ഞായറായ ഇന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. താമരയുടെ വേരുകൾ ചെളിക്കുണ്ടിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ടെങ്കിലും ജലപ്പരപ്പിന് മുകളിൽ വളരെ വർണ്ണാഭമായി തേജസ്സോടെ അത് വിടർന്നു നിൽക്കുന്നു. അതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതവും. പാപത്തിൻ്റെ ചെളിക്കുണ്ടിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും നമ്മുടെ നോട്ടം, നമ്മുടെ ചിന്ത, നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവുമെല്ലാം ദൈവത്തിൽ അർപ്പിക്കണമെന്ന് യേശുവിൻ്റെ രൂപാന്തരീകരണം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രാർത്ഥനയേക്കാൾ വലിയ ശക്തിയില്ലെന്നും വിശ്വാസത്തേക്കാൾ വലിയ ശക്തിയില്ലെന്നും ദൈവത്തേക്കാൾ വലുതായി ഒന്നുമില്ലെന്നും യേശുവിൻ്റെ രൂപാന്തരീകരണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പിതാവുമായി ഗാഢ ബന്ധത്തിലായ യേശുവിൻ്റെ മുഖം തേജസ്സോടുകൂടി തെളിഞ്ഞു നിന്നു. അവിടുത്തെ വസ്ത്രം മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീർന്നു. യേശുവിനോടൊപ്പം മോശയെയും ഏലിയായെയും ശിഷ്യന്മാർ കണ്ടു. അവർക്കൊന്നും മനസ്സിലായില്ല. ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് നയിച്ച മോശയ്ക്കും ഏലിയായ്ക്കും വാഗ്ദാന ദേശത്ത് എത്തിക്കാൻ സാധിച്ചില്ല. ദൈവപുത്രനായ യേശുക്രിസ്തുവിന് മനുഷ്യ വംശത്തെ വാഗ്ദാന ദേശത്ത് എത്തിക്കാനുള്ള പ്ലാനുകൾ തയ്യാറാക്കുകയായിരുന്നു. അവർ 3 പേരും ചേർന്നു. ഇത് ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. അവർക്കതിനെക്കുറിച്ച് നിശ്ചയമില്ല. അവർ പറയുന്നത് 3 കൂടാരങ്ങൾ കെട്ടി ഇവിടെ വസിക്കാമെന്ന്. നമ്മുടെ ചിന്തയാണ്, മാനുഷികമായ ചിന്ത. അപ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. അതിൽ നിന്നൊരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ കേൾക്കുക. യേശുവിനെ നോക്കുക, യേശുവിനെ കേൾക്കുക, അതാണ് പ്രധാനം. അപ്പോൾ നമുക്ക് നല്ല ബോധ്യങ്ങൾ കിട്ടും. നമുക്കും ജീവിതത്തിൽ ഒരു രൂപാന്തരീകരണം സംഭവിക്കും. നമുക്ക് യേശുവിലേക്ക് നോക്കാം, യേശുവിനെ കേൾക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം